ചെന്നായും കുഞ്ഞാടും തമ്മിൽ എന്ത് ബന്ധം? ചെന്നായും കുഞ്ഞാടും, ഇരുമ്പും മൺകലവും തമ്മിൽ എന്ത് ബന്ധം? ഇതുപോലെ തന്നെയാണ് പാപിയും ദൈവഭക്തനും തമ്മിലുള്ള ബന്ധം. ഇതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ മക്കളും ദൈവപുത്രന്മാരും തമ്മിലുള്ള ഇടപെടലുകൾ. ഇരുമ്പ് എപ്പോഴും മൺകലത്തെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. തുടർന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അടുത്തൊരു ഒരു നിരീക്ഷണം ശ്രദ്ധയിലേക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ലീലാവിനോദങ്ങൾക്കായി എത്ര രാത്രികൾ വ്യയം ചെയ്യുന്നതിലും നമ്മുടെ സഹോദരന്മാർക്ക് യാതൊരു വിഷമവുമില്ല. സുഹൃത അഭ്യാസം ഇതിലും വിഷമതരമോ? ലീലാവിനോദം എന്ന് പറഞ്ഞാൽ ലീല എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ല. ലീല എന്ന് പറഞ്ഞാൽ ലീലാവിനോദം, എൻ്റർടൈൻമെൻറ്റ്സ്. തിയേറ്ററിൽ പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, ലീലാവിനോദങ്ങൾ, എൻ്റർടൈൻമെൻറ്റ്സിന് പോവുക, ഫുട്ബോൾ കളി കാണാൻ പോവുക, അതുപോലെ ക്രിക്കറ്റ് കാണാൻ പോവുക, എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാം. ഞാൻ ഓർക്കുന്നത് വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് ക്രിക്കറ്റ് കളി കാണാൻ പോയിട്ട് വരുന്ന ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് കാണാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ടിക്കറ്റ് എടുത്ത് പോകുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഫുട്ബോൾ കളിയൊക്കെ കാണാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടത്, ലീലാവിനോദങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ചിലവഴിച്ചാലും നേരെ വെളുക്കണത് വരെ ഇരുന്നാലും ആർക്കും കുഴപ്പമില്ല. ഞാൻ ഓർക്കണ്ട, ഞാൻ 84 സെമിനാരിൽ ചേർന്നപ്പം അന്ന് അർജൻറ്റീനയുടെ ഒരു ഫുട്ബോൾ കളി, അപ്പോൾ അതിന് ഇങ്ങനെ ടി വിയിൽ പറഞ്ഞ ആദ്യത്തെ കാലമല്ലേ, അപ്പോൾ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫുട്ബോൾ ഭ്രാന്തന്മാർ കുറേ പേരുണ്ട്. എത്ര രാത്രി ആയാലും അവർക്ക് ക്ഷീണമില്ല. രാത്രി മുഴുവൻ ഇരുന്ന് ഫുട്ബോൾ മാച്ച് കാണും. ഈ മർഡോണയൊക്കെ അന്നാണ് ഞാൻ ആദ്യം കാണുന്നത്, 84-85 കാലഘട്ടത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ കൂട്ടർ തന്നെ നമുക്കൊരു ജാഗരണ പ്രാർത്ഥന ഇരിക്കാന്ന് പറഞ്ഞാൽ അയ്യോ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും, ക്ഷീണിച്ചു പോകും. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യന്മാരല്ലേ, തൊലി ഉണങ്ങി പോകും, നീര് വറ്റിപ്പോകും. എന്തെല്ലാം വാദഗതികളാണെന്ന് കേട്ടത്, നീര് വറ്റിപ്പോകുന്നു. എന്താ ഈ കാപ്പിക്കുരു ഉണങ്ങാനുണ്ടോന്ന് വിചാരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം വിചിത്ര വാദഗതികളാണ് പ്രാർത്ഥനയ്ക്കെതിരായി കൊണ്ടുവരുന്നത്. എന്നാൽ ഇതേ ആളുകൾക്ക് തന്നെ മർഡോണയുടെ കളി കാണാൻ എത്ര മണിക്കൂർ വേണം, നേരം വെളുക്കണ വരെ ഇരിക്കണം. അവർക്ക് യാതൊരു, മാത്രമല്ല എല്ലാവരും കൈയടിച്ച് വീട്ടുകാർ ഉൾപ്പെടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അത് കണ്ടോട്ടെ, കുഴപ്പമില്ല, എൻ്റർടൈൻമെൻ്റ് അല്ലേ, എല്ലാവരും പ്രോത്സാഹനം. അതാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത്. എന്താ? ലീലാവിനോദങ്ങൾക്കായി എത്ര രാത്രികൾ വ്യയം ചെയ്യുന്നതിലും നമ്മുടെ സഹോദരന്മാർക്ക് യാതൊരു വിഷമവുമില്ല. ഇനി താഴ്ത്തിക്ക് വന്നേ, അടുത്തെന്താ കുറച്ച് എന്നാൽ 1 മണിക്കൂർ സമയം ധ്യാനത്തിനായി വിനിയോഗിക്കുകയോ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുങ്ങുന്നതിനായി കുറച്ച് നേരത്തെ രാവിലെ ഉണരുകയോ ചെയ്യുന്നുവെന്ന് ഇരിക്കട്ടെ, അപ്പോൾ എല്ലാവരും നമുക്കെതിര്, നമുക്ക് സ്ഥിരതയില്ല, ബുദ്ധിപരമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വൈദ്യനെ അന്വേഷിക്കുകയായി. ചികിത്സയ്ക്ക് കൊണ്ടാകാൻ വേണ്ടി നൃത്തം, നാടകം മുതലായ വിനോദങ്ങൾക്കായി എത്ര രാത്രികൾ ചെലവഴിച്ചാലും ആരും നമുക്കെതിരായി യാതൊന്നും സംസാരിക്കുകയില്ല. എന്നാൽ ക്രിസ്മസ് രാത്രിയിൽ ഉറക്കമുളയ്ക്കുന്നിരിക്കട്ടെ, ഉടൻ ജനങ്ങൾ പരിഭ്രാന്തചിത്തരാകുന്നു, ഉടൻ ഇളകി വശാകുന്നു. ഫാമിലി, ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാം ഇളകി വശാവും. പക്ഷപാതിയും അനീതിമാനുമായ ഒരു വിധികർത്താവാണ് ലോകമെന്ന് ഗ്രഹിക്കാൻ ആർക്കാണ് സാധിക്കാത്തത്? എന്താ ലോകത്തിൻ്റെ പ്രത്യേകത? അതാണ് അടുത്തത് പറയണത്. അത് പറഞ്ഞെങ്ങനെയാണ്? എന്താ പറയണത്? എന്തുകൊണ്ടെന്നാൽ ലോകം സ്വസന്താനങ്ങളുടെ നേരെ ആർദ്രമനസ്കതയോടെയും ദൈവപുത്രന്മാരുടെ നേരെ ഹൃദയകാഠിന്യത്തോടും കൂടെ വർത്തിക്കുന്നു. ലോകത്തിൻ്റെ മക്കളോടും ദൈവപുത്രന്മാരോടും ലോകത്തിന് 2 മാനദണ്ഡമാണ്. ലോകത്തിൻ്റെ മക്കളോട് ഒരു മാനദണ്ഡം, ദൈവപുത്രന്മാരോട് മറ്റൊരു മാനദണ്ഡം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ലോകത്തിൻ്റെ മക്കളോട് ലോകം വളരെ ഹൃദയാർദ്ര, അവർ ചെയ്യുന്ന എല്ലാം ബലേ ബേഷ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു, കിരീടം വെച്ച് കൊടുക്കുന്നു. എന്നാൽ ദൈവപുത്രന്മാർ ഒരു കാര്യം ചെയ്യുമ്പോൾ
അതിനെതിരെ നഖശിഖാന്ത എങ്ങനെയെങ്കിലും അതിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, യേശു ഈ ഭൂമിയിൽ ജനിച്ചു, എന്താ ചെയ്തത്? ഹെരോദോസും കൂട്ടരും ഇളകി വശായി. ജെറുസലം മുഴുവൻ ഇളകി വശായി എന്നാണ് പറയണത്. ജെറുസലം മുഴുവൻ അസ്വസ്ഥമായി. അസ്വസ്ഥതയാണ് ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഒരാൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞാൽ, ഒരാൾ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിഞ്ഞാൽ, ഒരാൾ ലോകത്തെ ഉപേക്ഷിച്ചാൽ, ഒരാൾ കുടുംബത്തിൽ നിന്ന് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പോയാൽ അസ്വസ്ഥതയാണ്. ജെറുസലം മുഴുവൻ അസ്വസ്ഥമായി. എന്നിട്ട് എന്താ ചെയ്തത്? 2 വയസ്സും അതിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊല്ലാൻ ഓർഡർ ഇട്ടു. എന്താ? യേശുവിനെ കൊല്ലണം. അതിനു വേണ്ടിയിട്ടാണ്. കുട്ടികളോടുള്ള ദേഷ്യമല്ല അത്, കുട്ടികളോടുള്ള ദേഷ്യമല്ല അത്. ആ ദേഷ്യം ആരോടുള്ള ദേഷ്യമാണ്? യേശുവിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകം നിങ്ങൾക്ക് നേരെ ഓരോ തരത്തിലുള്ള കൊഞ്ഞനം കുത്തി കാണിക്കുമ്പോഴും നിങ്ങളെ അല്ല, യേശുവിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളെ അല്ല, യേശുവിനെയാണ് ടാർഗറ്റ്. നിങ്ങൾ യേശു ഉള്ളതുകൊണ്ടാണ് ഈ വെറുപ്പും ഈ ആക്രമണം ഉള്ളത്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് ലോകം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത്. 2 വയസ്സായ എല്ലാ കുട്ടികളെയും കൊന്നുകളഞ്ഞു. ദാവീദ് സാവൂളിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. എന്താണ്? കുന്ത എറിഞ്ഞ് കൊന്നുകളയാൻ നോക്കുകയാണ്. പൂർവ്വപിതാവായ ജോസഫ് എന്താ? അവിടെ ആ ഒരു സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും അവിടുന്ന് പറിച്ച് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നോക്കുകയാണ്. ഇത് തന്നെയാണ് പ്രാർത്ഥനയിലേക്ക് ദൈവരാജ്യ ശുശ്രൂഷത്തിരുന്നവരോട് ലോകത്തിൻ്റെ മനോഗതിയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 18ഉം 19ഉം തിരുലിഖിതങ്ങൾ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിന് മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായി അതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. യേശു നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ലോകത്തിൻ്റെ അരൂപി ശക്തമായി എതിർക്കാൻ തുടങ്ങും. യേശു പറയാണ്, നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദോഷിക്കും. നിങ്ങളല്ല ഈ എതിർപ്പിൻ്റെ ടാർഗറ്റ്, ഫോക്കസ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് വീണ്ടും ഇതിനെക്കുറിച്ച് തുടരുകയാണ്. അടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. സാമാന്യ മോടിയായി വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ നാം ആഡംബര പ്രിയന്മാരായി, നമ്മുടെ വസ്ത്രം താണനിറത്തിലുള്ളതാണെന്നിരിക്കട്ടെ നാം ലുബ്ധരായി ചിത്രീകരിക്കപ്പെടും. നമ്മുടെ ആചാരോപചാരങ്ങളെ ദുർവ്യാപാരങ്ങളായും നമ്മുടെ ആശാനിഗ്രഹത്തെ നീചത്വമായും ആണ് ലോകം വ്യാഖ്യാനിക്കുക. ലോകം അതിൻ്റെ ദൃഷ്ടി എപ്പോഴും ദൈവപുത്രന്മാരുടെ മേൽ തിരിച്ചു വച്ചിരിക്കുകയാണ്. എന്തു തന്നെ ചെയ്താലും നാം ലോകസമക്ഷം അഭിനന്ദനീയരല്ല. എന്തിന്? ലോകം നമ്മുടെ ചെറിയ വീഴ്ചകളെ പർവ്വതീകരിക്കുന്നു, കുറ്റങ്ങളെ പ്രസിദ്ധമാക്കുന്നു, ലഘുതരങ്ങളായ പാപങ്ങളെ ഗുരുതരങ്ങളാക്കുന്നു, അവിചാരിതങ്ങളായ തെറ്റുകൾ മനഃപൂർവമെന്ന് വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറിച്ചു കളയാൻ നോക്കും. അതാണ്, എങ്ങനെ ഇതിനെ പറിച്ചു കളയാം, മുളകളെ എങ്ങനെ ഇല്ലാതാക്കാം. ഒരു ആത്മീയ ശുശ്രൂഷനെ അങ്ങനെ തന്നെയാണ്, ഒരു ആത്മീയ പൈതലിനെ അങ്ങനെ തന്നെയാണ് ലോകം ഡീൽ ചെയ്യുന്നത്. മോശ ജനിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, മോശ ജനിച്ചു. മോശയുടെ മേൽ വലിയ ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. എന്നാൽ മോശനെ ഇല്ലാതാക്കാനുള്ള സംവിധാനമാണ് അതിനു മുമ്പ് തന്നെ ലോകത്തിലുള്ളത്. ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊന്നുകളയുക. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രോവിഡൻസിൽ, പരിപാലനയിൽ മോശ ഫറവോയുടെ കൺമുമ്പിൽ തന്നെ വളർന്നു വന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല മക്കളെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എവിടെ ആരുടെ മുമ്പിലും കർത്താവിൻ്റെ പദ്ധതി നടപ്പാക്കാൻ പറ്റും.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ ഉറച്ചു നിൽക്കുക. തലമുറകളായി ദൈവത്തിൽ ശരണപ്പെട്ട ആരും പരാജിതരായിട്ടില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം, ഗലാത്യ 4:29, ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്ത്? ദൈവത്തിൻ്റെ പുത്രന്മാരും ലോകത്തിൻ്റെ മക്കളും തമ്മിൽ നിലയ്ക്കാത്ത അവസാനിക്കാത്ത യുദ്ധമുണ്ട്. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ്. ശാരീരിക രീതി ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ്. ഇന്ന് ലോകത്തിൻ്റെ സ്ഥിതി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. മീഡിയ എടുത്തു നോക്കൂ, രാഷ്ട്രീയം എടുത്തു നോക്കൂ, ബിസിനസ് രംഗങ്ങൾ എടുത്തു നോക്കൂ, എൻ്റർടൈൻമെൻറ്റ് ലോകം എടുത്തു നോക്കൂ, ലോകത്തിലെ ഏത് മേഖല, വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കൂ, സിലബസ് എടുത്തു നോക്കൂ, മാധ്യമങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു 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 സ്പിരിച്വൽ വാർ നമുക്ക് കാണാൻ പറ്റും. ശരി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഇങ്ങനെയുള്ള വലിയ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഓരോ ദൈവ പൈതലും തൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയണം. അവിടെ കോംപ്രമൈസ് ചെയ്യുന്നിടത്തല്ല കർത്താവ് കൂടെ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ നിന്ന് വേർപാട് ആചരിച്ച് കർത്താവിനോട് ഐക്യത്തിൽ നിൽക്കുന്നവനാണ് കർത്താവിൻ്റെ അംഗീകാരത്തിന് അർഹനാകുന്നത്. ലോകവുമായി കൂടിക്കുഴഞ്ഞുള്ള, ലോകത്തോട് വേർപാട് ആചരിക്കാത്ത ഒരുവന് ആത്മീയമായി വളരാൻ കഴിയുകയില്ല. ആത്മീയമായി വളരാൻ കഴിയുകയില്ല. ഒന്ന് ചിന്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മോശയ്ക്ക് ദൈവത്തിൻ്റെ വലിയ നിയോഗം ഉണ്ടായി. എന്നാൽ മോശ എല്ലാ ദിവസവും ഫറവോയുടെ വീട്ടിലാണ്. ഫറവോയുടെ എന്താ പറയുന്നത്, ഫറവോ ഓഫർ ചെയ്ത ഡിന്നറാണ് കഴിക്കണമെന്ന് വിചാരിക്കുക. പിന്നെ ഈ ഫറവോയുടെ മുഖത്ത് നോക്കി ദൈവത്തിൻ്റെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തോട് കോംപ്രമൈസ് അത് ഉപേക്ഷിക്കണം. ദൈവത്തോട് ഐക്യത്തിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെ അംഗീകാരം ആഗ്രഹിക്കുന്നവർ ലോകത്തോടൊരു വേർപാട് ആചരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനോട് അല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപാട് പേരുടെ എല്ലാവരുടെയും തന്നെ വലിയ ഒരു പ്രതിസന്ധിയാണ് ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു പ്രലോഭനം. ലോകത്തോട് കോംപ്രമൈസ് സാരമില്ലെന്ന് വിചാരിച്ച് ജീവിക്കുക, അങ്ങനെയല്ല. ലോകത്തോട് വേർപാട് ആചരിച്ച് ജീവിക്കാനുള്ള വിളിയാണ് ഒരു ആത്മീയ പൈതലിൻ്റെ വിളി. അതിൽ കോംപ്രമൈസ് ഇല്ലാതെ യുദ്ധം ചെയ്യണം. അവിടെ മാത്രമാണ് ആത്മീയ യുദ്ധമുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കൊറിന്തിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ഒരു ലേഖനം എഴുതുന്നുണ്ട്. കൊറിന്തിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ അത് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്. 2 കൊറിന്തോസ് 6-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി. ബലിയാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബലിയാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു വിരോധി. ക്രിസ്തു വിരോധിയുമായി എന്താണ് പൊതുവിലുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകെട്ടുകളൊക്കെ നോക്കണം. നമ്മുടെ കൂട്ടുകെട്ടുകൾ ലോകത്തിൻ്റെ ആ ഒരു താളത്തിനൊത്ത് നീങ്ങുന്നവരാണെങ്കിൽ നമ്മളെ ലോകത്തിലേക്ക് അവർ സാവധാനം സ്ലോലി ഗ്രാജ്വലി അവർ നമ്മൾ ലോകത്തിൽ കൊണ്ടെത്തിച്ചിരിക്കും. നമ്മൾ വാച്ച് ചെയ്യുന്ന സൈറ്റുകളെല്ലാം ലോകത്തിൻ്റെ അരൂപിയുടേതാണെങ്കിൽ അത് ഗ്രാജ്വലി നമ്മളെ ലോകത്തിൽ കൊണ്ടെത്തിച്ചിരിക്കും. നമ്മൾ പോകുന്ന ഇടങ്ങൾ, തിയേറ്ററുകൾ, നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ പോകുന്ന സമ്മേളന സ്ഥലങ്ങൾ, അവിടെ ഏത് കാര്യമാണ്, ആരെയാണ് നമ്മൾ അനുധാവനം ചെയ്ത് നിങ്ങൾ ചിന്തിക്കണം. ഏത് പാട്ടുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കണം. ആരെയാണ് നിങ്ങളെ മോഡലായി വെച്ചിരിക്കുന്നത് ചിന്തിക്കണം. അത് നിങ്ങളെ സാവകാശ ഗ്രാജുവലി യേശുവിൽ നിന്നും വേർപെട്ട്
യേശുവിൽ നിന്നും വേർപെട്ട് ലോകത്തിൻ്റെതായി മാറും. ഇന്ന് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഒരു ചെറിയ വിധത്തിലാണെങ്കിൽ പോലും കറയില്ലാത്തൊരു ആത്മീയ ജീവിതത്തിൽ അഭിമാനിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ലോകത്തോട് കോംപ്രമൈസ് ഇല്ലാത്തൊരു ആത്മീയ ജീവിതത്തിൽ അഭിമാനിക്കാൻ ഞങ്ങളെ സഹായിക്കണം. രണ്ട് കാര്യങ്ങൾ ഉയർത്താം, ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ കാരുണ്യം ഈ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. ഒരിക്കൽ പോലെ ലോകത്തോട് കോംപ്രമൈസ് ചെയ്ത് പിന്മാറ്റത്തിലേക്ക് പോകാൻ ഈ മക്കളെ അവിടുന്ന് അനുവദിക്കരുത്. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കൃപയിൽ അവിടുത്തെ ബലപ്പെടുത്തണമേ. കൃപയിൽ ശക്തിപ്പെടുത്തണമേ. കൃപയിൽ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും ബലം പ്രാപിക്കട്ടെ. ദുർബലർ ശക്തി പ്രാപിക്കട്ടെ. ആത്മാവിൽ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന.